ഹായ്, വെൽക്കം ഓൾ ടു ലെച്ചൂസ് എഡ്യൂ ടിപ്സ്. എല്ലാ PSC ഉദ്യോഗാർത്ഥികൾക്കും ലെച്ചൂസ് എഡ്യൂ ടിപ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കേന്ദ്രമന്ത്രിമാരും വകുപ്പുകളും എന്നുള്ള ഭാഗമാണ്. അപ്പോൾ ഈ കേന്ദ്രമന്ത്രിമാരും വകുപ്പുകളിൽ നിന്നൊക്കെ PSC നമ്മളോട് സാധാരണ ഇപ്പോൾ നടക്കുന്ന രീതിയിലുള്ള LDC, LGS എക്സാമിനേഷനൊക്കെ ക്വസ്റ്റ്യൻ ചോദിക്കാറുള്ളതാണ്. സോ നമുക്ക് പഠിച്ചു പോകാം. അപ്പോൾ ആദ്യം തന്നെ നമുക്കറിയാം, നരേന്ദ്രമോദി അദ്ദേഹമാണ് എന്താ ഇന്ത്യയുടെ പ്രധാനമന്ത്രി. പ്രധാനമന്ത്രി പദം കൂടാതെ അദ്ദേഹം മറ്റു പല മന്ത്രിസ്ഥാനങ്ങളും അലങ്കരിക്കുന്നുണ്ട്. അതായത് ചില വകുപ്പുകളൊന്നും ചില മന്ത്രിമാർക്ക് കൊടുത്തിട്ടില്ല. അപ്പം അങ്ങനെയുള്ള വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്നത് ആരാണ്? പ്രധാനമന്ത്രിയാണ്. അതുപോലെ തന്നെ പ്രധാനമന്ത്രി കൈകാര്യം ചെയ്യുന്ന മറ്റു വകുപ്പുകളാണ് പേഴ്സണൽ, പബ്ലിക് ഗ്രീവൻസ്, പെൻഷൻ, ആണവോർജം, ബഹിരാകാശം, മറ്റു മന്ത്രിമാർക്ക് കൊടുക്കാത്ത വകുപ്പുകൾ. അപ്പോൾ ഓർത്തു വയ്ക്കുക, പ്രധാനമന്ത്രിയാണ് ആര്? നരേന്ദ്രമോദി. പെൻഷൻ, അതുപോലെ തന്നെ ആണവോർജം, ബഹിരാകാശം, പബ്ലിക് ഗ്രീവൻസ്, പേഴ്സണൽ, ഇത്രയും കാര്യങ്ങൾ ഈ വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്നതും ആര് തന്നെയാണ്? നരേന്ദ്രമോദിയാണ്. അപ്പോൾ ബഹിരാകാശം, ആണവോർജവും മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്ത് വെച്ചേക്കണം കേട്ടോ. ബഹിരാകാശം, ആണവോർജം അത് കൈകാര്യം ചെയ്യുന്നതും നരേന്ദ്രമോദി തന്നെയാണ്. ഇന്ത്യയുടെ പ്രതിരോധ മന്ത്രിയാണ് രാജ്നാഥ് സിംഗ്. ഓർത്ത് വയ്ക്കാൻ നമുക്ക്, പണ്ട് രാജാക്കന്മാരുടെ ഭരണ സമയത്ത് യുദ്ധങ്ങളൊക്കെ വരുന്ന സമയത്ത് പ്രതിരോധിക്കാനായിട്ട് കോട്ടവാതിലും അങ്ങനെയൊക്കെ ചെയ്യത്തില്ലായിരുന്നോ? അപ്പൊ പ്രതിരോധം ആരാണ്? രാജ്നാഥ് സിംഗ് ആണ് പ്രതിരോധ മന്ത്രി. നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിയിൽ കണക്ട് ചെയ്യുക. ഒന്നും കണക്ട് ചെയ്യാൻ അറിയത്തില്ലാത്തവർക്ക് പറഞ്ഞാണ്. സത്യം പറഞ്ഞാൽ ഈ ഒരു ഭാഗം പഠിക്കാനായിട്ട് കുത്തിയിരുന്ന് പഠിക്കേണ്ട കാര്യമില്ല, ഡെയിലി പത്രം വായിക്കുന്ന ഒരാൾക്ക്. കാരണം പത്രം വായിക്കുമ്പോൾ നമ്മൾ ഓരോ കാര്യങ്ങൾ ഡെയിലി ഓരോരുത്തരുടെയും പേര് ഓരോ വാർത്തകളിലായിട്ട് കണ്ടുപോകുന്നത് കൊണ്ട് നമ്മളെ സംബന്ധിച്ച്, ഡെയിലി പത്രം വായിക്കുന്നവരെ സംബന്ധിച്ച് ഇതൊരിക്കലും കുത്തിയിരുന്ന് പഠിക്കേണ്ട, അല്ലാത്തവർ പഠിക്കണം. അപ്പം ഇന്ത്യയുടെ പ്രതിരോധ മന്ത്രി അല്ലെങ്കിൽ കേന്ദ്ര പ്രതിരോധ മന്ത്രിയാണ് രാജ്നാഥ് സിംഗ്. നെക്സ്റ്റ്, ആഭ്യന്തരം സഹകരണം കൈകാര്യം ചെയ്യുന്നത് അമിത്ഷായാണ് കേട്ടോ. ആഭ്യന്തരമന്ത്രി മാത്രമല്ല, സഹകരണ വകുപ്പ് കൂടി കൈകാര്യം ചെയ്യുന്നത് അമിത്ഷാ. അതുപോലെ ഇന്ത്യയുടെ ധനമന്ത്രിയാണ് നിർമ്മല സീതാരാമൻ. ധനകാര്യത്തോടൊപ്പം തന്നെ കോർപ്പറേറ്റ് കാര്യം കൈകാര്യം ചെയ്യുന്നതും നിർമ്മല സീതാരാമനാണ്. അപ്പൊ നമ്മൾ പറഞ്ഞു, രാജ്നാഥ് സിംഗ് പ്രതിരോധ മന്ത്രി, അമിത്ഷാ എന്തായിരുന്നു? ആഭ്യന്തര വകുപ്പ് മന്ത്രിയാണ്. അറ്റ് ദ സെയിം ടൈം അദ്ദേഹം സഹകരണ മന്ത്രിയാണ് അല്ലേ. അതുപോലെ നിർമ്മല സീതാരാമൻ ധനകാര്യവും കോർപ്പറേറ്റും. പഠിച്ചു വെച്ചേക്ക. ഈ രാജ്നാഥ് സിംഗിനെയൊക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട്. അമിത്ഷാ വേണമെങ്കിൽ ചോദിക്കാവുന്നതാണ്. ഇത് പ്രതിരോധം ചോദിക്കാവുന്നതാണ്, ആഭ്യന്തരം ചോദിക്കാവുന്നതാണ്, ധനകാര്യം ചോദിക്കാവുന്നതാണ്. നിർമ്മല സീതാരാമൻ. ഇനി അടുത്തത് ഉപരിതല ഗതാഗതം. ഉപരിതല ഗതാഗതം എന്ന് പറഞ്ഞാൽ റോഡ് ട്രാൻസ്പോർട്ട് ആൻഡ് ഹൈവേസ് അല്ലെ, അതാണ് ഉപരിതല ഗതാഗതം. ഉപരിതല ഗതാഗതം കൈകാര്യം ചെയ്യുന്ന നിതിൻ ഗഡ്കരി. ഓക്കെ, നിതിൻ ഗഡ്കരിയാണ് ഉപരിതല ഗതാഗതം. പിന്നെ വിദേശകാര്യം ചോദിക്കാവുന്നതാണ്. വിദേശകാര്യം എസ് ജയശങ്കർ. ഓക്കെ, എസ് ജയശങ്കർ ആണ് വിദേശകാര്യം. പിന്നെ ഒരു കാര്യം ഓർത്തപ്പോൾ പറഞ്ഞോട്ടെ, കേരള ബാങ്ക് OAയുടെ ക്ലാസ് നമ്മൾ തുടങ്ങാൻ പോകുന്നതേ ഉള്ളൂ. കാരണം കുട്ടികൾ അഡ്മിഷൻ എടുത്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് ഒരു ഓഗസ്റ്റ് ഓഫർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യൻ ഹിസ്റ്ററിയുടെ അഗസ്റ്റ് ഓഫർ ഒന്നും അല്ല. ഇത് നമ്മൾ തരുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഫ്രീഡം ഓഫർ എന്നുള്ള രീതിയിൽ. പക്ഷെ ഫ്രീഡം ഓഫർ ആണെങ്കിലും വിതിൻ 2 days ഞാൻ ചെയ്തിട്ടുള്ളൂ. ഇന്ന് മുതൽ 10-ാം തീയതി വരെ, അതായത് 8, 9, 10 തീയതികളിൽ ജോയിൻ ചെയ്യുന്ന കുട്ടികൾക്ക് ഫീസ് 700 രൂപ മാത്രമേ ആവുള്ളൂ കേട്ടോ. കാരണം ഞാൻ ഒരു കൂപ്പൺ കോഡ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, പബ്ലിക് കൂപ്പൺ കോഡാണ്. ആ കൂപ്പൺ കോഡ് ഉപയോഗിച്ച് ക്ലാസ്സിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ 700 റുപ്പീസേ ആവത്തുള്ളൂ. 8, 9, 10 തീയതികളിൽ വരെ മാത്രമേ കൂപ്പൺ കോഡ് അവൈലബിൾ ആയിട്ടുള്ളൂ. അതുപോലെ തന്നെ LGSന് പ്രിപ്പയർ ചെയ്യുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ, ഇനിയും ഒരു കോഴ്സ് നിങ്ങൾ എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ, SCRT ഉൾപ്പെടുന്ന LGSന്റെ കോഴ്സ്, LGS വേരിയസ് എന്ന് പറഞ്ഞ കോഴ്സിന് നമ്മളൊരു കൂപ്പൺ കോഡ് ഉപയോഗിച്ചിട്ടുണ്ട്. ആ കൂപ്പൺ കോഡ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആ കൂപ്പൺ കോഡ് ഉപയോഗിച്ച് നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ LGS വേരിയസിന് നിങ്ങൾക്ക് 1000 റുപ്പീസ് മാത്രം ഫീസ് അടച്ചുകൊണ്ട് ഇപ്പോൾ ജോയിൻ ചെയ്യാവുന്നതാണ്. ആ കോഴ്സിനകത്താണ് SCRT സ്റ്റഡി മെറ്റീരിയൽ ഫ്രീ ആയിട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ജോയിൻ ചെയ്യണവർക്ക് LGS വേരിയസ് നോക്കുക. അപ്പോൾ ആപ്പ് എടുത്തു കഴിഞ്ഞ് നിങ്ങൾ നോക്കിയാൽ കാണാം, LGS വേരിയസിൻ്റെ താഴെയും കേരള ബാങ്ക് OAയുടെ താഴെയും ക്ലിക്ക് ചെയ്യുമ്പോൾ അവിടെ കൂപ്പൺ കോഡ് കാണാം. ആ കൂപ്പൺ കോഡ് ഉപയോഗിച്ച് ജോയിൻ ചെയ്യാം. അപ്പോൾ LGSന് നമ്മൾ ഈ വരുന്ന 12-ാം തീയതി വരെ നിങ്ങൾക്ക് ആ കൂപ്പൺ കോഡ് ഉപയോഗിക്കാനുള്ള ഫെസിലിറ്റി ഉണ്ട്. കേരള ബാങ്ക് OAയ്ക്ക് 10-ാം തീയതി വരെ ഉള്ളൂ. കാരണം ക്ലാസ് സ്റ്റാർട്ട് ചെയ്തേ പറ്റുള്ളൂ, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ നമ്മൾ എന്താ പറഞ്ഞത്? എസ് ജയശങ്കർ വിദേശകാര്യം ആണ്. അപ്പം ഞാനിപ്പോൾ ഈ പറഞ്ഞ ഈ കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് അറിയണം എന്നുണ്ടെങ്കിൽ 8086137962 എന്ന് പറയുന്ന നമ്പറിലേക്ക് വാട്സാപ്പ് മെസ്സേജ്, ടൈപ്പ് മെസ്സേജ് നിങ്ങൾക്ക് ഇട്ട് ചോദിച്ചു കഴിഞ്ഞാൽ ഡീറ്റെയിൽസ് പറഞ്ഞു തരാവുന്നതാണ്. നെക്സ്റ്റ്, ജെ പി നദ്ദ കൈകാര്യം ചെയ്യുന്ന വകുപ്പുകളാണ് ആരോഗ്യം, കുടുംബക്ഷേമം, രാസവളം. അപ്പോൾ ഇത് ഓർത്ത് വെച്ചേക്കണം. ആരോഗ്യവും കുടുംബക്ഷേമം പഠിക്കണം. ആരോഗ്യം കുടുംബക്ഷേമം ആരാണ്? JP നദ്ദ കൈകാര്യം ചെയ്യുന്ന വകുപ്പുകളാണ്.
ബാക്കി പഠിക്കേണ്ടെന്നല്ല, പഠിക്കണം. ഇതിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കണം. അതാണ് അതിനടിയിൽ വരച്ചിരിക്കുന്നത്. സാധാരണ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ എടുത്ത് നോക്കുമ്പോൾ നമ്മളോട് കേന്ദ്ര വിദേശകാര്യ വകുപ്പ് മന്ത്രി ആര്, അല്ലെങ്കിൽ കേന്ദ്ര ധനമന്ത്രി ആര്, കേന്ദ്ര പ്രതിരോധ മന്ത്രി ആര്, കേന്ദ്ര ആരോഗ്യ വകുപ്പ് മന്ത്രി ആര് എന്നുള്ള രീതിയിലൊക്കെയാണ് ക്വസ്റ്റ്യൻസ് ചോദിച്ച് കണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇത് പഠിക്കണമെന്ന് സെപ്പറേറ്റ് അതിനടിയിൽ വരച്ച് പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ കേന്ദ്ര കൃഷി വകുപ്പ് മന്ത്രിയാണ് ശിവരാജ് സിംഗ് ചൗഹാൻ. പഠിച്ചു വെക്കണം കേട്ടോ. കൃഷി വകുപ്പ് പഠിക്കണം. അതുപോലെ തന്നെ ഗ്രാമവികസനവും പഠിക്കണം. കൃഷി വകുപ്പ്, കർഷകക്ഷേമം, ഗ്രാമവികസനം എന്നിവ കൈകാര്യം ചെയ്യുന്ന കേന്ദ്രമന്ത്രിയാണ് ആര്? ശിവരാജ് സിംഗ് ചൗഹാൻ. ഓക്കെ, അപ്പൊ ശിവരാജ് സിംഗ് ചൗഹാനാണ് കൃഷി, കർഷകക്ഷേമം, ഗ്രാമവികസനം. ഓക്കെ, ദെൻ നെക്സ്റ്റ് മനോഹർലാൽ ഖട്ടർ. മനോഹർലാൽ ഖട്ടർ ആണ് ഭവന നഗരവികസനം വകുപ്പ്, അതുപോലെ തന്നെ ഊർജ്ജ വകുപ്പും അദ്ദേഹം കൈകാര്യം ചെയ്തു. മിനിസ്റ്റർ ഓഫ് പവർ അല്ലെ, ഊർജ്ജ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന ആരാണ്? മനോഹർലാൽ ഖട്ടർ ആണ്. ഊർജ്ജ വകുപ്പ് പഠിക്കണം. ഓക്കെ, അപ്പം ഗ്രാമവികസനം, കൃഷിയും പഠിക്കണം. ശിവരാജ് സിംഗ് ചൗഹാനാണ്. ഊർജ്ജ വകുപ്പ് മന്ത്രിയാണ് മനോഹർലാൽ ഖട്ടർ. ഊർജ്ജ വകുപ്പ് കൂടാതെ അദ്ദേഹം ഭവന നഗര വികസന വകുപ്പ് മന്ത്രി കൂടിയാണ്. നെക്സ്റ്റ് എച്ച് ഡി കുമാരസ്വാമി. ഖനവ്യവസായം, സ്റ്റീൽ അല്ലെങ്കിൽ ഉരുക്ക് ഇത് ചെയ്യുന്ന ആരാണ്? അല്ല, ഇത് ചെയ്യുന്നതല്ല, ഇതിന്റെ വകുപ്പ് ആരാണ്? എച്ച് ഡി കുമാരസ്വാമിയാണ് കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ ഓർത്ത് വെക്കുക, ഖന വ്യവസായം, അതുപോലെ തന്നെ സ്റ്റീൽ അല്ലെങ്കിൽ ഉരുക്ക്, അത് എച്ച് ഡി കുമാരസ്വാമി. നെക്സ്റ്റ് പീയൂഷ് ഗോയൽ. വാണിജ്യം, വ്യവസായം പഠിച്ചു വെക്കണം. വാണിജ്യ വകുപ്പ് അല്ലെങ്കിൽ വ്യവസായ വകുപ്പ് മന്ത്രി ആരാന്ന് പഠിച്ചു വെച്ചേക്കണം. പീയൂഷ് ഗോയലാണ് കേന്ദ്ര വാണിജ്യ അല്ലെങ്കിൽ വ്യവസായ വകുപ്പ് കൈകാര്യം ചെയ്യുന്നത്. നെക്സ്റ്റ് വിദ്യാഭ്യാസ മന്ത്രി. മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ്, പഠിക്കണം. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയാണ് ആര്? ധർമ്മേന്ദ്ര പ്രധാൻ. ഓക്കെ, ധർമ്മേന്ദ്ര പ്രധാനാണ് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി. പിന്നെ നമ്മൾ സ്കൂളിലൊക്കെ പറയില്ലേ പ്രധാന അധ്യാപകൻ, സ്കൂളുമായിട്ട് ബന്ധപ്പെട്ടതല്ലേ, അപ്പോൾ വിദ്യാഭ്യാസവുമായിട്ട് ബന്ധപ്പെട്ടതാണ് ധർമ്മേന്ദ്ര പ്രധാൻ. പിന്നെ അതുപോലെ ചെറുകിട ഇടത്തര സംരംഭം കൈകാര്യം ചെയ്യുന്ന ജിതിൻ റാം മാഞ്ചി. ഈ തന്നിരിക്കുന്നതിനകത്ത് ശിവരാജ് സിംഗ് ചൗഹാനെ പഠിച്ചേക്കണം, കൃഷി ഗ്രാമവികസനം. മനോഹർലാൽ ഖട്ടർ പഠിക്കണം, ഊർജ്ജ വകുപ്പ് മന്ത്രി എന്ന നിലയിൽ. അതുപോലെ തന്നെ പീയൂഷ് ഗോയലിനെ പഠിക്കണം, വാണിജ്യ വകുപ്പ് അല്ലെങ്കിൽ വ്യവസായ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മിനിസ്റ്ററാണ്. ധർമ്മേന്ദ്ര പ്രധാനാണ് വിദ്യാഭ്യാസം കൈകാര്യം ചെയ്യുന്നത്. നെക്സ്റ്റ് രാജീവ് രഞ്ജൻ സിംഗ്. രാജീവ് രഞ്ജൻ സിംഗ് അല്ലെങ്കിൽ ലാലൻ സിംഗ് എന്ന് വിളിക്കൂ കേട്ടോ. രാജീവ് രഞ്ജൻ സിംഗ് ആണ് പഞ്ചായത്തി രാജ്, ഫിഷറീസ്, മൃഗക്ഷേമം, ക്ഷീരവികസനം എന്നീ വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്ന കേന്ദ്രമന്ത്രി. അപ്പൊ പഞ്ചായത്തി രാജ് ഒന്ന് ഓർത്ത് വെച്ചേക്കണം. പഞ്ചായത്തി രാജ് മിനിസ്റ്റർ ആണ് ആരെന്ന് പറയുന്നത്? രാജീവ് രഞ്ജൻ സിംഗ്. ഓക്കെ, പഞ്ചായത്തി രാജ് രാജീവ് രഞ്ജൻ സിംഗ്. നെക്സ്റ്റ് സർബാനന്ദ സോനോവാൾ. സർബാനന്ദ സോനോവാൾ ആണ് ജലഗതാഗതം, ഫിഷറീസ് ആൻഡ് ഷിപ്പിംഗ്, അതായത് തുറമുഖം ഓർത്ത് വെച്ചേക്കണം. തുറമുഖം നമ്മളോട് ഇതിനു മുമ്പ് പണ്ട് ഏതോ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ചോദിച്ചിട്ടുണ്ട്, കേന്ദ്ര തുറമുഖ വകുപ്പ് മന്ത്രി. അപ്പൊ പഠിക്കുക, തുറമുഖ വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് സർബാനന്ദ സോനോവാൾ ആണ്. ജലഗതാഗതവും ഷിപ്പിംഗ്, തുറമുഖം കണ്ടു കഴിഞ്ഞാൽ ഷിപ്പിംഗ് എന്ന് ഓർത്ത് പഠിക്കാൻ എളുപ്പമാണ്. പിന്നെ ജലഗതാഗതമാണെന്ന് നമ്മൾ മനസ്സിലാക്കി പഠിക്കുക. സോ അതാരാണ്? സോനോവാൾ ആണ്. നെക്സ്റ്റ് ഡോക്ടർ വീരേന്ദ്രകുമാർ. സാമൂഹിക നീതി. സാമൂഹിക നീതി വകുപ്പ് ഒന്ന് പഠിച്ചു വെച്ചേക്കണം. ഡോക്ടർ വീരേന്ദ്രകുമാർ. സാമൂഹിക നീതി ഉണ്ടെങ്കിൽ ശാക്തീകരണവും കൂടി അതിനോടൊപ്പം കണക്ട് ചെയ്ത് നമുക്ക് എടുക്കാം. സാമൂഹിക നീതി വകുപ്പ് മന്ത്രിയാണ് ഡോക്ടർ വീരേന്ദ്രകുമാർ. പിന്നെ റാം മോഹൻ നായിഡു ആണ് വ്യോമയാനം. പഠിക്കണം കേട്ടോ. വ്യോമയാന മന്ത്രി ആരാന്നൊന്ന് അറിഞ്ഞു വെച്ചിരിക്കണം. ആരാണ്? റാം മോഹൻ നായിഡു. പ്രഹ്ലാദ് ജോഷിയാണ് ഉപഭോക്തൃകാര്യം, അതുപോലെ ഭക്ഷ്യ പൊതുവിതരണം. ഭക്ഷ്യ പൊതുവിതരണം ഒന്ന് നോക്കിയേക്കണം. ഭക്ഷ്യ പൊതുവിതരണം പ്രഹ്ലാദ് ജോഷി. പിന്നെ ജുവൽ ഓറമാണ് ആദിവാസി കാര്യം കൈകാര്യം ചെയ്യുന്നത്. ഇപ്പൊ ഈ തന്നിരിക്കുന്നതിനകത്ത് പഞ്ചായത്തി രാജ് പഠിക്കണം, രാജീവ് രഞ്ജൻ സിംഗ് ആണ്. തുറമുഖം, ജലഗതാഗതം പഠിച്ചു വെച്ചേക്കുക, സർബാനന്ദ സോനോവാൾ ആണ്. അതുപോലെ സാമൂഹിക നീതി ഡോക്ടർ വീരേന്ദ്രകുമാർ ആണ്. വ്യോമയാനം മോഹൻ നായിഡു. ഭക്ഷ്യ പൊതുവിതരണം പ്രഹ്ലാദ് ജോഷി. ഞാൻ ഈ പഠിക്കണം എന്ന് പറയുന്നത് വെറുതെ പറയുന്നതല്ല, ഇത് ചോദിക്കാൻ സാധ്യതയുണ്ട്. ഇപ്പം അടുത്ത ദിവസം നടക്കുന്നതിൽ ചോദിച്ചില്ലെങ്കിലും ഇനി വരുന്ന എക്സാമിനേഷൻ ചോദിക്കുമെന്ന് ഉറപ്പുള്ള ഏരിയയാണ് പഠിക്കണം എന്ന് പറഞ്ഞത്. നിങ്ങളോട് ഞാൻ പറഞ്ഞായിരുന്നു 94 ക്വസ്റ്റ്യൻസ് ആണ് കഴിഞ്ഞ തിരുവനന്തപുരം LDCക്ക് നമ്മളുടെ ക്ലാസ്സിൽ നിന്ന് വന്നത്. അപ്പോൾ പലരും ചോദിച്ചു ആപ്പിൽ നിന്നാണോ യൂട്യൂബിൽ നിന്നാണോ 150 ടോപ്പിക്സ് ആണോ എന്നൊക്കെ ചോദിച്ചു. അത് നിങ്ങൾ റെഗുലറായിട്ട് പഠിക്കുന്നവർക്ക് മനസ്സിലാവും എവിടെ നിന്ന് എങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട്. എന്താണെങ്കിലും ഒരു കാര്യം പറയാം, ഞങ്ങളുടെ ആപ്പിലെ ക്ലാസ് പഠിച്ചുകൊണ്ട് ആർക്കും ഒരു നഷ്ടം ഉണ്ടാവില്ല, ലാഭങ്ങൾ മാത്രമേ ഉള്ളൂ. പല ടെസ്റ്റ് എഴുതുമ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ല ഉയർന്ന മാർക്ക് നിങ്ങൾ സ്കോർ ചെയ്ത് പോകുന്ന ക്ലാസ് എടുക്കുന്ന ഓരോ ഉദ്യോഗാർത്ഥികൾക്കും അറിയാൻ പറ്റുന്ന കാര്യം. ക്ലാസ് എടുത്തിട്ട് കാര്യമില്ല, അത് പഠിക്കുകയും വേണം. അങ്ങനെയുള്ളവരുടെ കാര്യമായിട്ടോ പറഞ്ഞത്. കേന്ദ്ര ടെക്സ്റ്റൈൽ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രിയാണ് ഗിരിരാജ് സിംഗ്. ഓക്കെ, ഓർത്ത് വെച്ചേക്കണം. ടെക്സ്റ്റൈൽ വകുപ്പ് ഗിരിരാജ് സിംഗ്. നെക്സ്റ്റ്
അശ്വിനി വൈഷ്ണവ അല്ലെ, ഇന്ത്യയുടെ റെയിൽവേ മന്ത്രിയാണ്. PSC പലതവണ റെയിൽവേ മിനിസ്റ്റർ ഒക്കെ നമ്മളോട് ചോദിച്ചിട്ടുള്ളതാണ്. അപ്പൊ റെയിൽവേ വകുപ്പ് കൈകാര്യം ചെയ്യുന്നു, വാർത്താ വിതരണം കൈകാര്യം ചെയ്യുന്നു, ഇലക്ട്രോണിക്സ്, അതുപോലെ തന്നെ IT. ഇപ്പൊ IT മിനിസ്റ്ററാണ്, അതുപോലെ തന്നെ റെയിൽവേ മിനിസ്റ്ററാണ്. വാർത്താ വിതരണം, ഇലക്ട്രോണിക്സ് അശ്വിനി വൈഷ്ണവ. റെയിൽവേയും IT-യും പഠിക്കണം കേട്ടോ. ദെൻ ജ്യോതിരാദിത്യ സിന്ധ്യ ടെലികോം വകുപ്പ് കൈകാര്യം ചെയ്യുന്നു, വടക്ക് കിഴക്കൻ മേഖലയുടെ വികസനം അദ്ദേഹം കൈകാര്യം ചെയ്യുന്നു. ദെൻ ഭൂപേന്ദർ യാദവ് വനം, പരിസ്ഥിതി, കാലാവസ്ഥാ വ്യതിയാനം. ഇത് പഠിച്ചു വെച്ചേക്കണം, ഇപ്പൊ നമുക്ക് ഇമ്പോർട്ടന്റ് ആണ്. വനം, പരിസ്ഥിതി, കാലാവസ്ഥാ വ്യതിയാനം ഇതാരാണ് കൈകാര്യം ചെയ്യുന്ന? ഭൂപേന്ദർ യാദവ്. നെക്സ്റ്റ്, ഇന്ത്യയുടെ സാംസ്കാരിക വകുപ്പ് മന്ത്രി അല്ലെങ്കിൽ ടൂറിസം വകുപ്പ് മന്ത്രിയാണ് ഗജേന്ദ്ര സിംഗ് ഷെഖാവത്ത്. ഓക്കെ, സാംസ്കാരികം ടൂറിസം പഠിക്കണം, ഗജേന്ദ്ര സിംഗ് ഷെഖാവത്ത്. ദെൻ വനിതാ ശിശുക്ഷേമം വകുപ്പ് കൈകാര്യം ചെയ്യുന്ന അന്നപൂർണ ദേവി. പഠിച്ചു വെക്കണം കേട്ടോ, അന്നപൂർണ ദേവിയാണ് വനിതാ ശിശുക്ഷേമം. ഇത് പലതവണ PSC ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്, വനിതാ ശിശുക്ഷേമം ഒക്കെ. പിന്നെ പാർലമെന്ററി കാര്യം നമ്മളോട് ചോദിക്കാറുള്ളതാണ്. പാർലമെന്ററി കാര്യം കൈകാര്യം ചെയ്യുന്ന കിരൺ റിജു. പാർലമെന്ററി കാര്യം മാത്രമല്ല, ന്യൂനപക്ഷ കാര്യം കൈകാര്യം ചെയ്യുന്ന കിരൺ റിജു ആണ്. അപ്പൊ പാർലമെന്ററി കാര്യം, അതുപോലെ തന്നെ ന്യൂനപക്ഷ കാര്യം കൈകാര്യം ചെയ്യുന്ന കിരൺ റിജു. ഇവിടെ പഠിക്കേണ്ടത് റെയിൽവേ IT അശ്വിനി വൈഷ്ണവ, വനം, പരിസ്ഥിതി, കാലാവസ്ഥാ വ്യതിയാനം ഭൂപേന്ദർ യാദവ്, സാംസ്കാരികം ഗജേന്ദ്ര സിംഗ് ഷെഖാവത്ത്, വനിതാ ശിശുക്ഷേമം അന്നപൂർണ ദേവി, പാർലമെന്ററി കാര്യം കിരൺ റിജു. ഇത് പഠിക്കണം കേട്ടോ. നെക്സ്റ്റ്, ഹർദീപ് സിംഗ് പുരി. ഹർദീപ് സിംഗ് പുരിയാണ് പെട്രോളിയം, പ്രകൃതിവാതകം മിനിസ്റ്റർ. ഓർത്തു വെച്ചേക്കാം, പെട്രോളിയം വകുപ്പ് കൈകാര്യം ചെയ്യുന്ന ഹർദീപ് സിംഗ് പുരി. പെട്രോളിയം പഠിക്കണം കേട്ടോ, പെട്രോളിയം ഹർദീപ് സിംഗ് പുരി. അതുപോലെ മൻസിംഗ് മാണ്ഡവ്യ മസ്റ്റായിട്ടും പഠിക്കണം. PSC പല വർഷങ്ങളിലൊക്കെ നമ്മളോട് ചോദിച്ചിട്ടുള്ളതാണ്. കേന്ദ്ര യുവജനകാര്യ വകുപ്പ് അല്ലെങ്കിൽ യുവജനക്ഷേമ വകുപ്പ്, അതുപോലെ തന്നെ കായിക മന്ത്രി ആരാണ്, അതുപോലെ തന്നെ തൊഴിൽ മന്ത്രിയൊക്കെ ചോദിക്കാറുണ്ട്. അപ്പൊ മൂന്നും പഠിക്കണം. തൊഴിൽ വകുപ്പ്, യുവജനക്ഷേമ വകുപ്പ്, കായിക വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് ആരാണ്? മൻസുഖ് മാണ്ഡവ്യ. ഓക്കെ, മൻസുഖ് മാണ്ഡവ്യ അല്ലെ. യുവജനം എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിനൊരു സുഖമാണെന്ന് ഓർത്തു വെക്കാം അല്ലെ. യുവജനങ്ങൾ, നമ്മളൊക്കെ യുവാക്കളല്ലേ, അപ്പൊ നമുക്ക് മനസ്സിനൊരു സന്തോഷമാണല്ലോ. യുവജനങ്ങളാണ് എന്ത് അന്വേഷിക്കുന്നത്? തൊഴിൽ അന്വേഷിക്കുന്നത്. കായിക രംഗത്ത് കൂടുതൽ മികച്ചു നിൽക്കുന്നതും നമ്മൾ എന്താണ് പല ഘട്ടങ്ങളായിട്ട് നോക്കുമ്പോൾ യുവജനങ്ങൾ തന്നെയാണ്. അപ്പൊ യുവജന വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മനസ്സിന് ഭയങ്കര സുഖമാണ്. മൻസുഖ് മാണ്ഡവ്യ. ഓക്കെ, മൻസുഖ് മാണ്ഡവ്യ. ദെൻ ജി കിഷൻ റെഡ്ഡി ഖനി കൽക്കരി. ചിരാഗ് പാസ്വാനാണ് ഭക്ഷ്യ സംസ്കരണം. CR പാട്ടീൽ ജലശക്തി. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പ്രധാന വകുപ്പുകളും അവ കൈകാര്യം ചെയ്യുന്ന കേന്ദ്രമന്ത്രിമാരും. നിങ്ങൾക്ക് ഇതിന്റെ PDF നോട്ട്സ് ആവശ്യമുണ്ടെങ്കിൽ ലെറ്റ്യൂസ് എഡ്യൂട്ടിപ്സിന്റെ ആപ്പിൽ ഫ്രീ ആയിട്ട് ഫ്രീ സ്റ്റഡി മെറ്റീരിയലിനകത്ത് കിടപ്പുണ്ട്. വേണമെങ്കിൽ അതിൽ നിന്ന് നിങ്ങൾക്ക് ഇതിന്റെ PDF നോട്ട് കിട്ടും കേട്ടോ. അപ്പം ലെറ്റ്യൂസ് എഡ്യൂട്ടിപ്സിന്റെ ആപ്പ് ഇതുവരെ ഉപയോഗിക്കാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ പോവുക, ലെറ്റ്യൂസ് എഡ്യൂട്ടിപ്സ് എന്ന് സെർച്ച് ചെയ്യുക, ആപ്പ് കിട്ടും. അത് ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ അവിടെ ഫ്രീ സ്റ്റഡി മെറ്റീരിയൽ എന്നൊരു കാണും. അതിനകത്ത് ഈ ഒരു PDF നോട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് വേണ്ടവർക്ക് അവിടുന്ന് അവൈലബിൾ ആണ് എന്ന് പറയുകയാണ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ കേരള ബാങ്ക് OAയുടെ 10-ാം തീയതി വരെ നിങ്ങൾക്ക് 700 രൂപ ഫീസ് അടച്ച് ക്ലാസ്സിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ഇപ്പോൾ പബ്ലിക് കൂപ്പൺ ഉണ്ട്. ഇനി അതെങ്ങനെയാണ് ജോയിൻ ചെയ്യണമെന്ന് അറിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ നമ്പറിലേക്ക് 8086737962 എന്ന് പറയുന്ന നമ്പറിലേക്ക് വാട്സാപ്പ് മെസ്സേജ് അയച്ച് ചോദിക്കാവുന്നതാണ്. നിങ്ങൾ മെസ്സേജ് അയക്കുമ്പോൾ 9:30-ക്കും 5:30-ക്കും ഇടയിലുള്ള സമയത്ത് മാത്രമേ ദയവ് ചെയ്ത് വർക്കിംഗ് ഡേയ്സിൽ അയക്കാവുള്ളൂ കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ സെക്രട്ടേറിയറ്റ് OA സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ക്ലാസ് വെള്ളിയാഴ്ച 9-ാം തീയതി ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാണ്. 7 പറഞ്ഞിരിക്കുന്നത്. പിള്ളേർ അഡ്മിഷൻ എടുക്കുന്നത് കൊണ്ട് 9-ാം തീയതിയിലേക്ക് മാറ്റി വെച്ചു. അപ്പോൾ അതുപോലെ തന്നെ പിന്നെ LGSന് ഞാൻ പറഞ്ഞല്ലോ, LGS ഇതുവരെ ജോയിൻ ചെയ്തിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് ഈ 12-ാം തീയതി വരെ 1000 രൂപ ഫീസിൽ LGSൽ ജോയിൻ ചെയ്യാം. അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത നമ്മൾ SCRT നോട്ട്സ് ഫ്രീ ആയിട്ട് അവിടെ കിട്ടും. അപ്പോൾ അതിൽ വേണമെങ്കിൽ ജോയിൻ ചെയ്യാം. എന്തിനെക്കുറിച്ചാണെങ്കിലും ഈ നമ്പറിലേക്ക് വാട്സാപ്പ് മെസ്സേജ് അയച്ച് നിങ്ങളുടെ എൻക്വയറി നടത്താവുന്നതാണ്. ഓക്കെ, കോൾ ചെയ്യേണ്ട ആരും വാട്സാപ്പ് മെസ്സേജ് ഇട്ടാൽ മതി കേട്ടോ. താങ്ക്